ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൗരി കാത്തൂസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ ഹാപ്പിയാണ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം പുതിയ ഫോണൊക്കെ എടുത്തിട്ട് എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. ഇന്ന് ഫെബ്രുവരി 8-ാം തീയതി വൈകുന്നേരം 9 മണിയാകുന്നു, രാത്രി 9 മണിയാവുന്നു. നമ്മളിപ്പോൾ ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ട്രിപ്പ് പോകുന്നത് വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക, ഞാനത് കാണിക്കാം. എന്താണ് ഒരു സർപ്രൈസാണത്. അപ്പോൾ നമ്മളിപ്പം നേരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. അവിടുന്ന് നമുക്ക് 10:30-ക്ക് അമൃത എക്സ്പ്രസ് ഉണ്ട്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ചെങ്ങന്നൂർ ടു പാലക്കാട്ടോട്ടാണ്. പാലക്കാട് നമ്മൾ പോകുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വഴിയെ കാണിക്കാം. ഇപ്പം ഞാൻ വീട്ടിലാണുള്ളത്. ഞങ്ങളിപ്പോൾ ഇതാ ഇറങ്ങുകയാണ്. എൻ്റെ കയ്യിൽ ഇതാ തുണിയും മണിയൊക്കെ ഉണ്ട് ഗൈസ്, ഇതേ ബാഗൊക്കെ ഉണ്ട്. അപ്പം ഞാനും ഉണ്ണിച്ചേട്ടനും പിന്നെ നമ്മുടെ അച്ചുക്കുട്ടനും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം എല്ലാവരും. പോട്ടെ, ബായ് ബായ് പറ എൻ്റെ വ്ളോഗേഴ്സ് സബ്സ്ക്രൈബേഴ്സ്, ബായ് പറ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഗൈസ്. ഉണ്ണിച്ചാട്ടനും അച്ചുണ്ട്. നമ്മളപ്പോൾ ടിക്കറ്റ് എടുത്തു. എൻ്റെ വ്ളോഗിനെ കുറിച്ച് കുറ്റം പറയാം ഗൈസ്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്ന ഇവരുടെയൊക്കെ വിചാരം, പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യും. ഞങ്ങൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോകുന്നത്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം ലോക്കൽ എടുത്താണ് നമ്മൾ പോകുന്നത്. സൺഡേ ആയതുകൊണ്ട് നമ്മുടെ ട്രെയിന് തിരക്ക് കാണത്തില്ലെന്ന് വിശ്വസിക്കാം. പക്ഷേ ഇനി ട്രെയിനെ കയറിയാലേ അറിയത്തുള്ളൂ, കാരണം നമ്മൾ ലോക്കൽ എടുത്താണല്ലോ പോകുന്നത്. സോ കിടന്നു പോകണോ, നിന്ന് പോകണോ, ഇരുന്ന് പോകണോ എന്നൊന്നും അറിയത്തില്ല. ട്രെയിനെ കയറിയാൽ മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ എന്തിനു പോകണേ? നമ്മുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹത്തിൻ്റെ സാധ്യത. ഞാൻ ആഗ്രഹം എന്തോന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം പറയണോ അതോ നാളെ പറയണോ? നാളെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നാളെ കാണാം അല്ലേ? അതെ, യെസ്. നമ്മുടെ ട്രെയിനിൽ തിരക്ക് കുറവായിരുന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നേ. എനിക്ക് തിരുവല്ല എപ്പോഴത്തേനും സീറ്റ് കിട്ടി. ഇവർക്ക് 2 പേർക്കും ഉണ്ട്, അച്ചുവോടുണ്ട്. ഇവർക്ക് 2 പേർക്കും കോട്ടയം എപ്പോഴാണ് സീറ്റ് കിട്ടിയത്. ഇപ്പം നമ്മൾ തൃശ്ശൂരാവുന്നു. അപ്പോൾ പോകൊണ്ടിരിക്കുക. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ജനറലായതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, നല്ല കൊതുകടി, ഉറങ്ങാനേ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം 4 മണിയാകുമ്പോഴത്തേനും പാലക്കാട് എത്തും. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഉറങ്ങി 3:30 ആയപ്പോൾ പാലക്കാട് എത്തി ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിൻ ജേർണി? ഉറങ്ങിയോ ശരിക്ക്? സൂപ്പർ ഗൈസ്. നമ്മളിവിടെ AC റിട്ടയറിംഗ് ഹാളിൽ വന്നിട്ട് ഇനി രാവിലെ 10 മണി വരെ ഇവിടെയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ ഇറങ്ങി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലുള്ള AC വെയിറ്റിംഗ് ഹാളിൽ വന്ന് ഇനിയിപ്പോൾ ഒരു 4 to 5 hours ഞങ്ങളിവിടെ ആയിരിക്കും. ഇപ്പം സമയം 7:30 ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ. ഇപ്പോൾ അതെല്ലാം കുറച്ച് വരെ ഉള്ളൂ. ആൻഡ് ഇത് നിങ്ങൾ പാലക്കാട് വരെയാണെങ്കിൽ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് ഈ ഒരു AC വെയിറ്റിംഗ് ഹാളുള്ളത്. എനിക്ക് തോന്നുന്നു 1 hourലേക്ക് 30 rupees എന്തോ ആണ് ചാർജ് ചെയ്യുന്നത്. ആൻഡ് നല്ല ഹൈജീൻ ആയിട്ടുള്ള കുറച്ച് ടോയ്ലറ്റ്സും പിന്നെ ഫീഡിങ് റൂമും പിന്നെ ചെറിയൊരു കൊച്ചു കഫേയൊക്കെ ഉണ്ട്. ആൻഡ് നിങ്ങൾ പാലക്കാട് വരുമ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി സെറ്റപ്പായിട്ടുള്ളൊരു AC വെയിറ്റിംഗ് ഹാളാണ്. അപ്പം ഞങ്ങളിതായിപ്പം 8 മണിയാകുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. പെട്ടെന്നൊരു ബ്രഷിംഗ് ഒക്കെ നടത്തി ചെറിയൊരു ബാത്തിങ്ങും കൂടെ നടത്തിയിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് ഞാൻ റെഡിയായി. ഞാനിപ്പോൾ പുറത്ത് പോകുമ്പോൾ കൂടുതലായി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വന്നതായി ഒരു മുമൂസോയിലെ കുറച്ച് വൈപ്സ് ആണ്. ഇതൊരു 4 പാക്കറ്റ് അടങ്ങുന്ന ഒരു ബാഗായിട്ടായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റ് പാക്കറ്റാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫോക്സ്റ്റൈലിൻ്റെ പ്രൊഡക്ട്സ് ആണ്. അതിൻ്റെ സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഫേസ് വാഷ് ഇതെല്ലാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ ഓർഡർ ആക്കിയത്. ലാസ്റ്റ് ഞാനൊരു ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഇടുന്നുണ്ട്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്, നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു ഐലൈനറും ഒരു പൊട്ടും കൂടെ കുത്തി സെറ്റാക്കി. പെട്ടെന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് റെഡി ആയിട്ട് ഞങ്ങളിതായിപ്പോൾ ഇറങ്ങാൻ പോവാം.
ഗായ്സ് അങ്ങനെ ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങി. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരും നമ്മളെ കാണാനല്ലേ. ഞങ്ങളിവിടുത്തെ ഡോണുകളാണ് ഗൈസ്. നമ്മളിതാ പുറത്തിറങ്ങി. ഇനിയും ഫുഡ് എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളാണ്. നമ്മൾ ഫുഡ് കഴിച്ചത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ ആൾ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയാണ് കഥ തുടങ്ങുന്നത്. നമ്മളെ കാത്ത് അവിടെ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഈ ആളിനെ നമ്മളും ഈ ആള് നമ്മളെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആളാരാണെന്ന് കാണണ്ടേ? യെസ്, മീറ്റ് അവർ ന്യൂ കാർ പത്മിനി ഗേൾ. ഉണ്ണിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പ്രീമിയർ പത്മിനി എടുക്കണം എന്നുള്ളത്. അതെന്തായാലും സാധിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് വരെ എത്തി. ആൻഡ് പാലക്കാടുള്ള പാരീസ് മോട്ടോഴ്സ് ആയിരുന്നു നമുക്ക് ഈ വണ്ടി ഡെലിവേർഡ് ചെയ്തിരുന്നത്. ഇവരുടെ കയ്യിൽ വിൻറ്റേജും പുതിയതും ഒക്കെയായ ഒരുപാട് കാർ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ നല്ല വെൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള അടിപൊളി സ്റ്റേബിൾ ആയിട്ടുള്ള കാറുകളൊക്കെ വേണമെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്തോ. പാരീസ് മോട്ടോഴ്സ് എന്നാണ് പേര്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. തൂക്കി ഗായ്സ്, ഞങ്ങൾ പത്മിനി തൂക്കി ഗായ്സ്. കടമനട്ട് വീട്ടിലെ ആദ്യത്തെ കാറായിരുന്നു കേട്ടോ പത്മിനി. അതുപോലെ കാട്ടൂരെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കല്യാണ വണ്ടി പത്മിനി കാറായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്തിടത്തോളം വണ്ടി ഓടിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കാറ്. ചുമ്മാതല്ല, പണ്ടത്തെ സിനിമാ നടന്മാരൊക്കെ ഈ കാറും കൊണ്ട് നടന്നതെന്ന് ഇപ്പം മനസ്സിലായി കേട്ടോ. പത്മിനി അത് വേറൊരു ലെവല് തന്നെയാണ് കേട്ടോ. പുതിയ ഒരു കാറിനും തരാൻ പറ്റാത്ത ഒരു അടിപൊളി ഫീലാണ് നമ്മുടെ പഴയ പ്രീമിയർ പത്മിനി തരുന്നത്. ഉണ്ണിയുടെ ഡിസിഷൻ എന്തായാലും തെറ്റിയിട്ടില്ല. ഈ കാറിൻ്റെ ഡിമാൻഡ് അറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. പോകും വഴി എന്തോ വിചിത്ര ജീവി കണ്ടതുപോലാണ് ആൾക്കാരെല്ലാം നമ്മളെ നോക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്കൊരു ഗമയാണ് കേട്ടോ. ഡിമാൻഡേ. അങ്ങനെ പത്മിനി യാത്രകൾ ഇവിടെ തുടരുകയാണ്. പത്മിനി സ്റ്റോറീസ് നമുക്കിനിയും കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്